ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമില്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 32ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സുജി പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്തൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ മക്കളെ കൊണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുള്ളൊരു ബഹളമായതുകൊണ്ട് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല മക്കൾ പോകുന്നതൊന്നും. അപ്പോൾ അങ്ങനെ തിരിച്ചെത്തിയതിന് ശേഷം എനിക്ക് നല്ല വിശക്കണുണ്ടായിരുന്നു. പിന്നെ സുജി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും വെയിറ്റ് ചെയ്യാനും ഇല്ല. അപ്പോൾ ഇതാ ഞാൻ മക്കൾ ദോശയും മീൻകറിയും തലേന്നത്തെ മീൻകറിയും കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ആ പ്ലേറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 2 എഗ്ഗ് എടുത്തിട്ട് ബാക്കിയുള്ള മീൻകറിയും കൂട്ടിയിട്ട് കുഴച്ച് അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് ടോട്ടോക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ലേറ്റായി. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അവന് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പം ഇന്ന് നല്ല വിശക്കണോണ്ട് ഇൻ്റെതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അവനുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഞാൻ ഈ കൊടുക്കുന്ന ടൈം അവന് അപ്പുറത്ത് നല്ല കുരുത്തക്കേട് ഒപ്പിക്കണം കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. അവൻ എല്ലാവരുടെ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഓടുന്നുണ്ട്, കടിച്ച് മുറിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവന് ചീത്ത പറയാണ്. അതാണ് എൻ്റെ മുഖം അങ്ങനെ ഫുള്ള് കുരുത്തക്കേടാണ് കേട്ടോ അവിടെ. അന്നേരം നല്ല ദേഷ്യം വരും. പിന്നെ അവൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. അങ്ങനത്തെ രീതിയിൽ അവൻ ഇരിക്കുക കേട്ടോ. ഞാനല്ലല്ലോ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ ഇരിക്കുക. അപ്പോൾ അങ്ങനത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സുജി ഒരു മീറ്റിങ്ങിന് പോയതായിരുന്നല്ലോ, അത് കഴിഞ്ഞ് വന്നപ്പം അതൊക്കെ കഴിഞ്ഞൊരു 1 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ 12 മണി ഒക്കെ ആയപ്പോൾ എന്താ പറയുക, എനിക്കിങ്ങനെ നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പണിയായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ വാലറ്റിൻ്റെ ഒരു എന്താ പറയുക ബോക്സ് അവിടെ ഇരിക്കണ കണ്ടു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കഴിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ മക്കളെ റൂമിൽ ഇഷ്ടംപോലെ പണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ മടക്കി വെച്ച തുണികളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ആ റൂമിൽ ഇങ്ങനെ കൊണ്ടുവെക്കുക എന്നല്ലാതെ ഒന്നും പ്രോപ്പറായിട്ട് എടുത്ത് വെക്കുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ബെഡിലുള്ള സാധനങ്ങൾ ഒക്കെ തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് മക്കളെ ഡ്രോയർ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. അവർ വീട്ടിൽ നിന്ന് ഇടുന്ന സാധനങ്ങളൊക്കെ ഈ ഡ്രോയറുകളിലാണ് ഇങ്ങനെ വെക്കാറ്. ഡ്രസ്സ് ഒന്നിൽ ടീഷർട്ട് ഒന്നിൽ ട്രൗസർ അങ്ങനെ രണ്ടാമത് സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ അവരെന്നെ ഇട്ടോളുമല്ലോ. ഇതിൻ്റെ ആ ഭാഗമൊക്കെ ക്ലീനാക്കി. പിന്നെ അവർക്ക് ബർത്ത്ഡേന് അന്ന് കിട്ടിയ കുറേ ടോയ്സ് അത് ഇതൊക്കെ അവർ പരത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എടുത്തു വെക്കാനൊരു ടൈം കിട്ടിയില്ല. ഒരു ഭാഗം നന്നാക്കാൻ പറ്റുള്ളൂ, ഒരു ഭാഗം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് വൃത്തിയാക്കാം. ഞാനൊന്ന് മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഒന്ന് സമാധാനത്തിൽ മക്കളൊന്ന് കൂട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മക്കളെ പിക്ക് ചെയ്താലും മക്കൾക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ഒറ്റ വിചാരം ഉണ്ടാവില്ല. കാരണം അവിടെയുള്ള എല്ലാവർക്കും ടാറ്റയും ബൈബൈയൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം എന്നെ വണ്ടി എടുക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ മൊത്തം വണ്ടികളാട്ടോ. കുറേ ഗസ്റ്റ് ഉണ്ട്. സുജിനെ കാണാനും കുറേ ആൾക്കാർ വന്നു. സുജിക്ക് ഓൾറെഡി ഇങ്ങനെ ചെറിയൊരു പനി ആയതുകൊണ്ട് സുജി അങ്ങനെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സുജിനെ കാണാനുള്ളവരൊക്കെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഓൾറെഡി ഫാമിലിയിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് അങ്ങനെ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച പണികളൊന്നും നടന്നില്ല. അവരായിട്ട് സംസാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മധുരത്തിന് ക്രേവിങ്സ്. അപ്പോൾ ഞാൻ 2-3 അത്തിപ്പഴം എടുത്ത് കഴിച്ചു കേട്ടോ. വേറെ ചോക്ലേറ്റ് ഒന്നും എടുത്തിട്ട് ഇനി പണി പാളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് കഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് ഒന്നും ഉള്ളതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ രാത്രി ഇതാണ് കേട്ടോ കഴിച്ചത്. ഒരു പച്ചക്കായ ഉപ്പേരി ഉണ്ടായിരുന്നു. അത് കീറ്റോക്ക് പറ്റുന്നതല്ല, എന്നാലും എനിക്ക് വിശപ്പുകൊണ്ട് ഞാൻ അതാണ് കഴിച്ചത്. അതും 2 ചിക്കൻ പൊരിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. മക്കള് സുജിൻ്റെ അനിയനുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവന് ഈ എന്താ പറയുക ഈ പൊരിച്ചുണ്ടാന്ന് പറയും ഈ സാധനത്തിൻ്റെ ആ പ്ലേറ്റിൽ കണ്ടോ, അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ മീൻകറിയും ചിക്കൻ പൊരിച്ചൊക്കെ കൂട്ടിയിട്ട് അവരത് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചപ്പോഴത്തിന് സുജിത ഒന്ന് ജസ്റ്റ് ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ ഈ പ്ലേറ്റ് ഷവർമ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് റോൾ ഷവർമയാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി ഈ കുബൂസിൻ്റെ ഉള്ളിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അത് എടുത്ത് റോളാക്കിയിട്ടാണ് കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിന്ന് കുബൂസ് കഴിച്ചില്ലെങ്കിൽ കൂടി അതിൻ്റെ ആ സംഭവമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് മയണൈസൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല, പക്ഷെ ഞാനതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് മയണൈസും പിന്നെ വെജിറ്റബിൾസും
അതും അത് കഴിഞ്ഞിട്ട് സുജിൻ്റെ അനിയൻ അവന് കഴിക്കാൻ വേണ്ടി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ വെറുതെ വിടുമോ, മക്കൾ അവനെ കൊണ്ട് അവർക്കും ബിരിയാണി ഓർഡർ ചെയ്യിപ്പിച്ച് രാത്രി ഞാൻ വന്ന് നോക്കുമ്പോൾ ഇത് കഴിക്കാൻ കണ്ടപ്പോഴും ആ സ്മെല്ലൊക്കെ കിട്ടിയപ്പോഴും ഭയങ്കര കൊതിയായെങ്കിലും അതിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയൊക്കെയാണ് കഴിച്ചത്. നാളെ കാണാം. ബൈ ബൈ.